ഓ ഹ്രീം തലമാറട്ടെ തലമാറട്ടെ. കോൺഗ്രസ്സിൽ ഇങ്ങ് കേരളത്തിൽ നിന്ന് പല നേതാക്കളും പതിഞ്ഞ സ്വരത്തിൽ ചൊല്ലിയ മന്ത്രങ്ങളൊക്കെയും സ്വാഹ. തല മാറിയില്ലെന്ന് മാത്രമല്ല, തലപ്പത്തെ തന്നെ ആരെയും തലയും മുറുക്കിയിരുന്നവരൊക്കെ തല മാറ്റേണ്ടെന്നുള്ള ഹൈപ്പർ പ്രാജ്ഞ കേട്ട് തലയാട്ടി തൊഴുത് മടങ്ങുകയും ചെയ്തു. ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നവനെ വെട്ടാനേ ഈ വെട്ടെന്ന് പറഞ്ഞത് ഈ 51 വെട്ടിലെ വെട്ടല്ലാട്ടാ. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡേ. എതിരാളികളെ വീഴ്ത്താൻ നമ്മുടെ സുധാകരൻജി ഒന്നും മെനക്കിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലേ കേരളം അങ്ങ് കൂടെ പോരില്ലേ. പക്ഷേങ്കിലേ ഈ മെനക്കടലിനൊപ്പം ഒരു ചെരുവ് കൂടി വേണം കേട്ടാ, ഒത്തൊരുമ. അത് പാകത്തിന് തെരഞ്ഞെടുപ്പ് തിളച്ച് വരുമ്പോൾ ചേർത്താൽ മതി. ഇളക്കാൻ തരൂർ തന്നെയാ ബെസ്റ്റ്. അതാകുമ്പോൾ നന്നായി കലങ്ങി കിട്ടുമല്ലോ. എന്തായാലും തലസ്ഥാനത്ത് നടന്ന തലപോച്ചുള്ള ചിന്തകളീനെ തലവനെ മാറ്റണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഇതിനിടയിൽ ചെന്നിത്തലേനെ തന്ത്രത്തിൽ ചെന്ന് കണ്ടായിരുന്നു അടൂർ പ്രകാശും ബെന്നി ബെഹ്റാനും. എങ്ങാനും ഇനിയിപ്പോൾ തലമാറ്റം വല്ല തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇതിലും നല്ല ബെസ്റ്റ് തല വേറെ കാണില്ല അത്രേ. എൻ്റെ പൊന്നോ, ഇനി ഇതുങ്ങളെ കൂടി സഹിക്കേണ്ടി വരുമല്ലോ ഈശ്വരാന്ന് നിരീച്ചിട്ടാണോ എന്ന് അറിഞ്ഞൂടാ. ആ വിളി എന്തായാലും പടച്ചോൻ കേട്ടിരിക്കണ്. ആരുടെയും തലമുറുക്കിയ എല്ലാവരും സുധാകരൻജിയുടെ പിറകിൽ ആണിനിരന്നുള്ള വാക്കുകൾ പടവാളാക്കിയേ പോരാടുക. പ്ലീസ് നോട്ട് ഗൈസ്, അവനവൻ്റെ പാർട്ടി കയറി കുത്താതെ എതിർപ്പാളയത്തിലേക്ക് ആവണം കേട്ടോ ഈ വാക്കുകളാവുന്ന അമ്പുകളൊക്കെ ചെയ്യേണ്ടത്. എന്നത്തെയും പോലെ കലബില കലഹൊക്കെ ഔട്ട്. അപ്പം കേട്ടല്ല, തദ്ദേശം വരണ്, വരും വർഷം പിന്നെ നിയമസഭയും വരണ്. അട്ടങ്ങി ഒതുങ്ങി പണിയെടുത്തിട്ടുണ്ടെങ്കിലേ കേരളം കയ്യിലിരിക്കും. അല്ലെങ്കിലേ കാത്തു വെച്ചത് പിന്നെയും കണ്ണൂരിലെ കലിപ്പന്മാരുണ്ടല്ലോ, അവന്മാർ കൊണ്ടുപോകും കേട്ടോ.